ഹലോ ഫ്രണ്ട്സ്, എല്ലാ കംപ്രസിൻ്റെ ഒക്കെ എന്ന ചാനലിലെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ വൺ ബ്ലോക്ക് സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടപോലെ ഞാൻ എൻ്റെ പുറകെ കാണുന്നത് ഇങ്ങനത്തെ ഒരു ബേസ് പോലത്തെ സാധനം ഉണ്ടാക്കിയെടുത്തായിരുന്നു. ഇതുണ്ടാക്കിയതിന് ശേഷം പിന്നെ ക്രീപ്പറിൻ്റെ ബഹളമായിരുന്നു. ഇവിടെ ഫേസ് അപ്ഡേറ്റ് ആയി, നമ്മളിപ്പോൾ സ്റ്റോണിൻ്റെ ഫേസ് എത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് മൈൻഡ് ചെയ്തപ്പോഴത്തേക്കും ക്രീപ്പർ മാത്രം വന്നുള്ളൂ. സോംബീസ് ഒരെണ്ണം എന്തോ വന്ന് 4 ക്രീപ്പർ വന്ന് പൊട്ടി ഇതേ ഇവിടെ ഒരു കുഴി പോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട പോലെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ബേസ് ഒന്ന് ഫുൾ ഓക്കാക്കി എടുക്കണം. ഇപ്പോൾ റാൻഡം വുഡ് വെച്ചാണ് ഈ ബ്ലോക്ക് ഇരിക്കണത്, ബേസ് ഇരിക്കണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മൊത്തത്തിലിപ്പോൾ ഓക്ക് വെച്ചാക്കും. കാരണം എൻ്റെ ഇപ്പോൾ ഓക്ക് വുഡ് ഒരു സ്റ്റാക്കും പിന്നെ 9 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് മൊത്തം പ്ലാങ്ക്സിൻ്റെ ആക്കി എടുക്കും. അപ്പോൾ പിന്നെ ഒറ്റ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ കുഴിയും മൂടണം. പിന്നെ നമുക്ക് ലാവ കിട്ടണമെങ്കിൽ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും കൂടി ഉണ്ടാക്കണം. ഇന്നത്തെ വീഡിയോയിൽ ലാവ കിട്ടും തോന്നുന്നു, അറിയില്ല, നോക്കണം. അപ്പോൾ അതേ ഇവിടെ ഇനി പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഇപ്പം എൻ്റെ കയ്യിൽ ആക്സ് ഒന്നും ഇല്ല. അകത്ത് നിന്നിട്ട് ആക്സ് ഉണ്ടാക്കണം. കണ്ട ആക്സ് ഒന്നും ഇല്ല. ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് പൊളിച്ചിരിക്കണം. ഇത് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചേക്കണത്. അപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി പുറത്തുണ്ടാക്കണം. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ക്രീപ്പറ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് എന്തെങ്കിലും ആവശ്യമുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു ആക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റിക്സ് ഉണ്ടാക്കണം. അതിന് മുമ്പ് ഞാൻ സ്റ്റേഴ്സിന് പ്ലാങ്ക്സ് കൂടുതലെടുക്കുന്നുണ്ട്. വേണ്ട, നമുക്ക് സ്ലാബ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇത് മൊത്തം കണ്ട റാൻഡം ബ്ലോക്സ്, ചിലത്തൊക്കെ കറുപ്പ്, ചില സ്ഥലത്ത് വേറെ കളറ്, ചില സ്ഥലത്ത് പ്ലാങ്ക്സ്. ഇതെല്ലാം ഒറ്റ കളറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് ഓക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ മെറ്റീരിയലൊക്കെ തിരിച്ചു വന്ന്. അപ്പോൾ ഇതെല്ലാം ഓക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ലാബ് വെച്ച് സ്റ്റെയർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചാടി പോണ രീതിയിൽ വെച്ചേക്കണം. അതാകുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വല്ല പശു മേളിൽ നിന്നൊക്കെ ചാടി വരും. അപ്പോൾ ഇതെല്ലാം ഓക്ക് പ്ലാങ്ക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് ഒട്ടിച്ച് ഇതെല്ലാം ഓക്ക് പ്ലാങ്ക്സ് ആക്കി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ചാടിപ്പോണ രീതിയിൽ വെച്ച്. കാരണം എനിക്ക് ആദ്യത്തെ ക്രീപ്പറിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ക്രീപ്പർ ഇതിൽ കൂടെ വരുമെന്ന്. ഞാനിത് അടുത്ത് വെച്ചു. അപ്പോൾ ക്രീപ്പറിന് സുഖമായിട്ട് നടന്നൊന്ന് ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരാ. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ചാടിപ്പോണ രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇന്നൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം ഇത്രയും നമ്മൾ ഡേർട്ട് ചെയ്ത് ഇനി നമുക്ക് സ്ലാബ് ചെയ്യാം. കാരണം ഡേർട്ട് ഇച്ചിരി ലിമിറ്റഡ്, അത് പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് സ്റ്റോൺസ് ആയിരിക്കും ഇനി കൂടുതൽ കിട്ടണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റാക്ക് 20 എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഓരോന്നിങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് 20 എണ്ണമാണ് വന്നേക്കണത്. അത് മൊത്തം ഇവിടെ ഫില്ല് ചെയ്ത് കണ്ടു. ഇപ്പോൾ നമ്മുടെ വേൾഡിൽ എന്തോരം എക്സ്റ്റെൻഡായി. അപ്പോൾ ഇങ്ങനെ എല്ലാം ആക്കി എടുക്കണം. ഈ നടുക്ക് ഇത്രയും ഭാഗം ഡേർട്ട് വെച്ച് ഫില്ല് ചെയ്തേക്കണമെന്ന് ആക്കൂല, അല്ലാത്ത എല്ലാം സ്റ്റോണിൻ്റെ ആക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രീസ് ഉണ്ടാക്കണം, ജംഗിൾ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നമുക്കിനി ഓക്ക് കിട്ടണം. ഓക്കിൻ്റെ ആ സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി മൈൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഞാൻ അപ്പോൾ കുറച്ച് നേരത്തേക്ക് മൈൻ ചെയ്തിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് ചെസ്റ്റിൽ വെക്കണം. അതിൻ്റെ മുമ്പ് ഈ ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. ഡേർട്ടൊക്കെ ഇവിടെ വെച്ച് ഫില്ലപ്പ് ചെയ്യാം. അത്രയും ഫില്ലായി കിടക്കും. അപ്പോൾ അത്രയും ഫില്ലാക്കി കിടന്നാൽ പിന്നെ താഴെ ഇടുന്ന ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ അത് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി പുറത്തുകൊണ്ട് വെക്കാനുണ്ട്. അതിന് മുമ്പ് ഇതൊന്നും കൂടി പൊട്ടിച്ച് വെക്കാം. ചെസ്റ്റ് കിട്ടി. ലാവ് കിട്ടി. അപ്പം നമുക്കിനി കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് 24 ബ്രെഡ് ഉണ്ട്, ഒരു അയൺ പിക്കാക്സും ഉണ്ട്, ഒരു ബ്ലാസ്റ്റ് ഫർണസും ഉണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വെച്ചാൽ സാധാ ഫർണസിനെക്കാട്ടും *2 ഫാസ്റ്റായിട്ട് സ്മെൽറ്റ് ചെയ്യും സാധനങ്ങളൊക്കെ. ബ്ലാസ്റ്റ് ഫർണസ് ഇവിടെ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഇപ്പോൾ അയൺ ഇട്ട് ഇതുണ്ട്, ഈ ആരോ പോകണുണ്ടോ വൈറ്റ്, അതെന്ത് പെട്ടെന്നാണ് ഉണ്ടാകുക. ഫർണസ് ആകുമ്പോൾ സ്ലോ ആവുള്ളൂ. ഇതുണ്ടായിക്കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ നിന്ന് അപ്പം തന്നെ ആയി കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മട്ടൺ ഇടാം. ഇതെന്താത്തെന്നറിയില്ല, വർക്കുമെന്നറിയില്ലേ. അപ്പോൾ മട്ടനല്ലല്ലോ, സ്റ്റാക്ക് അങ്ങനെ എന്താ സാധനമായി പറഞ്ഞ.
അപ്പോൾ ഇപ്പോൾ ഞാൻ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ ലാവയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെലൻ ഫാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ്. വലിയ ഉപകാരമൊന്നുമില്ല. ഫുഡിൻ്റെ വല്ല പ്രശ്നം പറഞ്ഞാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇതായിട്ടുണ്ട്, കിളിച്ചിട്ടുണ്ട്. കിളിച്ചല്ല, ഇതായി വാട്ടർ മെലനായി. നമുക്കത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് വേണം. വെള്ളം അറിയാതെ ഇട്ടിട്ട് ബിൽഡിംഗ് ബ്ലോക്ക്സ് വേണം. കാരണം കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആകുമ്പോൾ കറക്റ്റ് ഇതിലിട്ട് തന്നെ വെക്കണം. ഞാൻ ഇവിടെ സ്റ്റോൺ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വെച്ചാൽ പ്ലാങ്ക്സ് ആണെങ്കിൽ പ്ലാങ്ക്സ് കൂടുതൽ വേണം. പിന്നെ അത് കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും ലാവയിൽ നിന്ന് ഒരു ഫയർ പിടിച്ചു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് മൊത്തം കത്തും. ഒരു പ്ലാങ്ക് പോലും നമുക്ക് കിട്ടാൻ പോണില്ല. അതാണ് ഞാൻ പിന്നെ സ്റ്റോൺ തന്നെ പ്രിഫർ ചെയ്തത്. സ്റ്റോൺ ആകുമ്പോൾ ക്രീപ്പർ വന്ന ബ്ലാസ്റ്റായ ചെറിയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. സ്റ്റോൺ പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല. അപ്പോൾ ഇതേ പോയി ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇത് പൊട്ടിച്ച് കളഞ്ഞേക്കാം. കുറച്ച് മൈൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. നമുക്ക് ആ സ്ലാബ് ഉണ്ടാക്കാൻ കുറച്ച് മൈൻഡ് ചെയ്യാൻ നമുക്കപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചെല്ലാം. കാരണം ഇപ്പോൾ എന്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് ചാടി അവിടെ ഹോളുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ചാടാത്ത. ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ചെസ്റ്റൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടും. ജസ്റ്റ് ഒന്നും ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് ഈ പൊട്ടാറായ പിക്കാക്സ് വെച്ച് പൊട്ടിക്കുക. ഇതിപ്പോൾ തന്നെ പൊട്ടുന്നുണ്ട്. പറഞ്ഞില്ല പൊട്ടിക്കഴിഞ്ഞ്. ചെസ്റ്റ് കിട്ടി, അടുത്ത ചെസ്റ്റ്. ഇതിൽ ലെതറിൻ്റെ പാൻറ്റും ആരോവും കിട്ടി. അയ്യോ പോയി താഴെ. നമുക്ക് 10 ആരോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ആർമർ കൂടി, ഒരു ആർമറുടെ കട്ട. കുഴപ്പമില്ല, ലെതറിൻ്റെ പാൻറ്റ് ഇട്ടിട്ട് നമുക്ക് ഇനി അയൺ ഉണ്ടാക്കണം. അതിന് അയൺ കിട്ടണം മര്യാദക്ക്. അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം കുറച്ച്. ഓക്കെ, ഞാൻ അപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു കവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പുറത്തെടുക്കാനൊരു വേ ഉണ്ടാക്കണം. കാരണം ഇത് കുറേ വരും. അപ്പോൾ അതിനൊക്കെ പുറത്തുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ പിന്നെ സ്റ്റെപ്പൊക്കെ പണിഞ്ഞ് കൊണ്ടുപോകണം. അതൊക്കെ വലിയ ടാസ്ക്കാണ്. നമുക്കതിൽ എക്സിറ്റ് എൻട്രൻസ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം എന്തെങ്കിലും എമർജൻസി എന്നാൽ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കണം. അത് വെച്ചാൽ നല്ലത്. അപ്പോൾ അകത്തേക്ക് കാണാനും പറ്റും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അകത്തേക്ക് കാണാൻ പറ്റും. ഇതിവിടെ ഫെൻസ് ഗേറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തതും ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. അതിന് സ്റ്റിക്സ് വേണം. അപ്പോൾ രണ്ടാമത്തെ ആയിട്ടുണ്ട്. രണ്ടെണ്ണം ഇട്ടുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോളുണ്ട്. ഇവിടെ ഫാമും വന്നിട്ട് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഇവിടെ തന്നെ പണിയാന്ന് വിചാരിക്കണം ഞാൻ, സ്റ്റോണിൻ്റെ ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം പിന്നെയുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ഒട്ടിച്ചിട്ട് ഇവിടെ അങ്ങ് വെച്ചേക്കാം. ഇതാണ് സെൻറ്റർ 2 ബ്ലോക്സ്, അടുക്കത്തെ 2 ബ്ലോക്സ് ഇതാണെന്ന് തോന്നുന്നത് എന്ന് കരുതി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം പുറത്തേക്ക് പോയി, നീയും പുറത്തേക്കോ ഇവിടെ. ഓക്കെ, രണ്ടും പുറത്തേട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡും കുറവാണ്. നമുക്ക് ഇത്തിരി ഫുഡ് കഴിക്കാം. അപ്പോൾ ഹെൽത്ത് കൂടും ഇത്തിരി. ഓക്കെ, ഫുഡ് കഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഇപ്പോൾ 9 കോബിൾ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കേണ്ട ഇത്തിരി ഇങ്ങോട്ട് കറക്റ്റ് ഉണ്ടാക്കാം. അവിടെ ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് ഇറങ്ങണ ഇതാണല്ലോ അതിൻ്റെ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കിയാൽ ശരിയായിരിക്കില്ല. അത് ഇവിടെ എല്ലായിട്ടും ഉണ്ടാക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ഇത്ര വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് മാറിക്കിടന്നു. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റാണ്. പക്ഷെ കോബിൾ സ്റ്റോൺ ആകാൻ പാടുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ഒബ്സിഡിയൻ ആവും. പിന്നെ അത് പൊട്ടിക്കാൻ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ വേണം. അതൊക്കെ വെറുതെ ശോകമാവും. ഇതിവിടെ ലാവ് ഇടാം. എന്നിട്ട് ബ്ലോക്ക് എടുത്തിട്ട് വരട്ടെ. കാരണം അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഓക്കെ ഡയർട്ട് അതൊന്നും ആ സാധനമുണ്ട്. അപ്പം അത് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇനി ഈ സൈഡിൽ വാട്ടർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ വെച്ച് തെറ്റിപ്പോയി. ഇങ്ങനെ വരണം. 2 ബ്ലോക്കിൻ്റെ ലാവ സ്പേസും വരണം, പിന്നെ 3 ബ്ലോക്കിൻ്റെ വാട്ടർ സ്പേസും വരണം. ഓക്കെ, കണ്ട ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇപ്പോൾ പൊട്ടിക്കുന്ന തോറും താഴെ ഞാൻ അവിടെ ഹോളുണ്ടാക്കി വെച്ച്. കാരണം വെള്ളം ഇവിടെ വന്ന് മുട്ടുമ്പോഴത്തേക്ക് ഇതാകുമെന്നൊരു ഇത് വെച്ചിട്ട് താഴേക്ക് ഫ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട
ഇതാകുമ്പോൾ പൊട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒന്നും കിട്ടണില്ല എന്നുകൊണ്ട് വർക്ക് ചെയ്യണില്ലേ സംശയം. ഒന്നും കിട്ടണില്ല ഇത്ര നോക്കിയിട്ട്. അപ്പോൾ ഇത് നോക്കണ്ട സ്ലാബ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്നാലും മൈൻഡ് ചെയ്യണം, കാരണം നമുക്ക് 10 ഫേസ് തീർക്കാനുള്ളതാണ്. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 20 എണ്ണം ഉള്ളു ആ കൂടി. അപ്പോൾ അത്യാവശ്യം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരെണ്ണം എക്സ്ട്രാ വെച്ച് പോയി. അയ്യോ താഴെ പോയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇപ്പോൾ മൈൻഡ് ചെയ്യാം. നമുക്കിവിടെ 2 ആൻഡ് സൈറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ സൈഡിൽ ഇത് പൊട്ടിച്ച്, കാരണം എല്ലാ ബ്ലോക്കും ലാവയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട അടിയിലേക്ക് കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ നിന്നിട്ട് മൈൻഡ് ചെയ്യാം. അപ്പോൾ ഒന്നും ലാവയെ പോവില്ല, എല്ലാം നമ്മുടെ തന്നെ കിട്ടും. പിന്നെ മേളത്ത് ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് വേറെ രീതിയിൽ വെക്കാമെന്ന് ആലോചിക്കണം. ഇതിൻ്റെ മേളിൽ കയറി നോക്കാം. അതിൻ്റെ അവിടെ തന്നെ വെക്കേണ്ടി വരുമെന്ന് തോന്നണ്. വീണ് പോയി. അതിൻ്റെ അവിടെ തന്നെ വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ വല്ല അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ അതിൽ വീണ് എനിക്കെന്നാൽ ഡാമേജ് ഇട്ട് ഇവിടുത്തെ തിരിച്ചോണ്ടെന്ന് വെച്ചേക്കാം. പറയാൻ പറ്റില്ല എപ്പോൾ ഡാമേജ് കിട്ടുമെന്ന്. ചിലപ്പോൾ അങ്ങോട്ട് പോയി നേരെ അതിൻ്റെ ഉള്ളിൽ വീണ് ചത്ത് എല്ലാ മെറ്റീരിയൽസും പോകും. പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാം ചെസ്റ്റിൽ സേവ് ചെയ്യേണ്ട, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. ഇതോടെ ഈ വുഡ് നമുക്ക് കുറച്ച് മൈൻഡ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും നല്ലത് കിട്ടുമോ എന്ന്. അതിൻ്റെ മുമ്പ് നമുക്കിവിടെ വന്നിട്ടൊരു പിക്കാക്സ് ഉണ്ടാക്കണം, വുഡൻ ആക്സ്. കാരണം വുഡ് ഇതാക്കാൻ ഇതിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വുഡ് ഓടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതേ വുഡ് ഓടിച്ച. ഓക്കെ, അടുത്തത് സ്റ്റോണാണ്. അപ്പോൾ അതിന് പിക്കാക്സ് വേണം. ഇതിങ്ങനെ മാറ്റി തൊട്ടിച്ച് ഇത്തിരി വേഗത്തിൽ ആകും, പക്ഷെ സ്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ. അതാണ് പ്രശ്നം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ക്രീപ്പർ ജസ്റ്റ് മിസ്. ഞാൻ അവിടെ ആദ്യം നേരം നിൽക്കാത്തത് ആകെ അത് തിരിഞ്ഞ് നോക്കൂല. എന്നാലും അപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അത് 10 ഇവിടെ കൂടെ അങ്ങ് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ ദേവന് അയ്യോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഇത് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അല്ലാതെ അങ്ങോട്ട് പോകാം. എൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ദേവന് വന്നാണ്ടില്ല. വൺ ഷോട്ട് 2 കൂടെ കൊടുക്കണം. ബാക്ക് ഷിറ്റ്. ഇന്ന് നമ്മൾ എല്ലാം എടുത്തതെല്ലാം കളഞ്ഞു. അയ്യോ, ഇന്നെടുത്ത വുഡ് നോക്ക് പ്ലാങ്ക്സ് ഡേർട്ട് എല്ലാം പോയി. ഇനി ഇതെല്ലാം പിന്നെ ഉണ്ടാക്കണം. ഈ ക്രീപ്പറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊള്ളായിരുന്നു. പക്ഷെ ഇത് 1 ബ്ലോക്ക് ആയതുകൊണ്ട് ക്രീപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോബ് സ്പോണർ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. മറ്റേത് ഓവർ വേൾഡിനാണെങ്കിൽ നമുക്ക് പക്ഷേ ഇതുണ്ടാക്കാമായിരുന്നു. എന്താണ്, ക്രീപ്പർ ഫാം ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇതെടുത്ത്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ച് മൈനും ചെയ്ത്. അപ്പോൾ ഇത് ബ്ലോക്ക് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ഇനി നമുക്ക് ഓക്കെ അവിടെ ഡോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയും ചാടാം. ഇവിടെ എത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.